നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായിട്ടുള്ള വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണിത്. കലിദിന സംഖ്യ വരുന്നത് കലിയുഗം തുടങ്ങുന്ന ദിവസം മുതൽക്ക് എണ്ണി തുടങ്ങുമ്പോൾ കലിദിനം സംഖ്യ എണ്ണാൻ സാധിക്കും. ഇന്ന് 18,72,411ാമത്തെ ദിവസമാണ് കലിയുഗം തുടങ്ങിയിട്ട്. ഇന്ന് മലയാള കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 4-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ആഷാഢമാസം 29-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 20-ാം തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദശമി തിഥിയാണ്. ഇന്ന് കരണം വരുന്നത് വിഷ്ടികരണമാണ്. നിത്യയോഗം വരുന്നത് ഗണ്ഡനാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് കാർത്തികയാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേലയാണ്. ഞാറ്റുവേല എന്ന് വെച്ചാൽ 2 ആഴ്ച 14 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കണക്ക്. അനുസരിച്ച് ഇപ്പോൾ പൂയം ഞാറ്റുവേല നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് ദിവസം ഞായർ, അതായത് സൂര്യന്റെ കാലഹോരയോടുകൂടി തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:44 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വരുന്നത് വൈകിട്ട് 6:44:50 അസ്തമയം സംഭവിക്കുന്നത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 29 മിനിറ്റ് 6 ദിനമാനം എന്ന് പറഞ്ഞാൽ പകലിലുള്ള സൂര്യൻ ഉള്ള സമയം, അതായത് പകൽ സമയത്തിന്റെ ദൈർഘ്യമാണത്. 12 മണിക്കൂർ 29 മിനിറ്റ് 6 ഇത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണായന കാലത്ത് ഈ പകൽ ഇനി കുറേശ്ശെ ദിവസേന ഏതാനും സെക്കൻഡുകൾ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 5:11 മുതൽക്ക് 6:44 വരെയുള്ള സമയത്താണ്. ഗുളികോദയം സംഭവിക്കുന്ന 3:37 തുടങ്ങി 5:11 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചയ്ക്ക് 12:30 മുതൽക്ക് 2:03 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമല്ല. ആ സമയത്ത് ശുഭകാര്യങ്ങൾക്ക് വർജ്യമാണ്. യാത്ര മുതലായിട്ടുള്ളവയും വർജിക്കേണ്ടതാണ്. ഇത് എല്ലാവർക്കും പൊതുവെ സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് തുലാക്കൂറുകാർക്കാണ്. അതായത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് അവരുടെ 8ാമത്തെ ഭാവത്തിൽ ചന്ദ്രൻ വരുന്നു. അങ്ങനെ ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന സമയത്തിന് ചന്ദ്രാഷ്ടമം എന്ന് പറയും. ചന്ദ്രാഷ്ടമം ഉള്ള നാളുകാർ, ഈ ചിത്തിര, ചോതി, വിശാഖക്കാർക്ക് ഇന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട യാത്രകൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം സംഭവിക്കുന്നത് 12:06 തുടങ്ങി 12:28 വരെയും, തുടർന്ന് 4 മിനിറ്റ് അതിൻ്റെ കൃത്യം മധ്യഭാഗം ഒന്ന് ഒഴിച്ചിട്ട് 12:32 മുതൽക്ക് 12:54 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങൾ ഒന്നുമില്ലാതിരിക്കുന്ന ദിവസം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. മറ്റ് പക്കം നാള്, കാരണം മുതലായിട്ടുള്ളത് ഇവയൊന്നും നോക്കാതെ തന്നെ അഭിജിത് മുഹൂർത്തത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ശ്രീരാമചന്ദ്രന്റെ പ്രതിഷ്ഠ അയോധ്യയിൽ നടന്നിട്ടുള്ളതും അഭിജിത് മുഹൂർത്തത്തിലാണ്. ഇന്ന് കാർത്തിക നക്ഷത്രത്തിന്റെ പ്രത്യേകത, ഇന്നും ഒരു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത ദിവസമാണ്. സാഹസ കർമ്മങ്ങൾ, ദാരുണ കർമ്മങ്ങൾ, യുദ്ധം മുതലായിട്ടുള്ള കാര്യം, ശത്രു സംഹാരം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ലോഹം കൊണ്ടുള്ള പണികൾക്ക് തുടങ്ങുന്നതിന് നല്ലതാണ്. വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും കാർത്തിക നക്ഷത്രം അനുകൂലമാണ്. ഇന്ന് കർക്കിടക മാസം 4-ാം തീയതിയാണ്. അതായത് രാമായണ മാസമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നതാണ് കർക്കിടക മാസം. അതിലെ 4ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും രാമായണം വായിക്കുന്നതിന് ചില കണക്കുകൾ വച്ചിട്ടുണ്ട്. അപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ഭാഗമാണെന്ന് വായിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങളുടെ രാമായണ പാരായണം നിത്യേന നടത്തിവരണം. അതുകൊണ്ട് ഉണ്ടാവുന്ന ഉത്കർഷം നമ്മുടെ ദേശത്തിനും ഭാരതത്തിനാകമാനവും ഉണ്ടാകട്ടെ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കാം. നമസ്കാരം.